Good Good morning. Good morning, ma'am. Good morning. Good morning, Miss. Morning. Good morning, teacher. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, teacher. കഴിച്ചു ma'am. ഓക്കെ. അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാലോ. വാഴ്ത്തിടും നീതാ സുഖനായക കാത്തുകൊള്ളണേ ജീവദായക വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ മധുരം നിന്നാമം പാവനം. താങ്ക് യു മിസ്. ഓക്കെ. സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. This is signing a short story, The Lion and the Mouse. Once upon a time, there lived in a lion and mouse. One day, lion was sleeping. The mouse started playing on it. Lion wake up. He caught the mouse and was going to kill. The mouse requested for forgiveness. The lion let him go. After some days, the lion caught a net. Mouse started chewing the ropes. The lion was free. He thanked the mouse. Moral of the story: small acts of kindness will be rewarded greatly. Miss, ഓക്കെ. thought of the day. ഓക്കെ. പറഞ്ഞോളൂ. Knowledge is power. Learning gives us strength and confidence. Thank you, ma'am. ഓക്കെ. അപ്പൊ ഇന്നലെ ഞാനൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ആക്ടിവിറ്റി. എന്തായിരുന്നു? Seminar. സെമിനാർ ആണ്. സബ്ജക്ട് തന്നിട്ടുണ്ടായിരുന്നല്ലേ, ഒരു ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. ഓരോന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ടീച്ചർ മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. മതി മതി, മലയാളത്തിൽ പറഞ്ഞാൽ മതി, മനസ്സിലായാൽ മതി കേട്ടോ മറ്റുള്ളവർക്ക്. ഓക്കെ. ഏതായിരുന്നു ഐഡന്റിഫിക്കേഷൻ? ആരായിരുന്നു ഐഡന്റിഫിക്കേഷൻ? മാം, ഞാനായിരുന്നു ഐഡന്റിഫിക്കേഷൻ മെക്കാനിസം. ഓക്കെ ഓക്കെ. പ്രസന്റ് ചെയ്തോളൂ. Good morning, everyone. The identification defines mechanism is an unconscious psychological process where a person adopts the traits, behavior, or qualities of another person to cope with anxiety, enhance self-esteem, or manage feeling of inadequacy. For example, an adult might be adopt the training routine, style, or language of a famous athlete they admire to feel more connected and competent, as described in Brainly. ഐഡന്റിഫിക്കേഷൻ മെക്കാനിസം എന്നത് മനഃശാസ്ത്രത്തിലെ ഒരു പ്രതിരോധ യന്ത്രമാണ്. ഒരു വ്യക്തി തന്റെ ആഗ്രഹങ്ങൾ, ഭയം അല്ലെങ്കിൽ അസുരക്ഷിതത്വം മൂലം മറ്റൊരാളുടെ ഗുണങ്ങൾ, പെരുമാറ്റങ്ങൾ, ചിന്താശൈലി എന്നിവ സ്വന്തമാക്കുന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരാളിനെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരുടെ സ്വഭാവം, രീതികൾ, സംസാര ശൈലി എന്നിവ അനുഗ്രഹിക്കുന്നു. അവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച് അവരുടെ മാനറിസങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ ഞാൻ എൻ്റെ എൽഡർ സിസ്റ്ററെ പോലെ ആഗ്രഹിക്കുമായിരുന്നു. അവളോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ഒക്കെ അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുക, ഡ്രസ്സിങ് ചെയ്യുക, മാനറിസങ്ങളൊക്കെ അങ്ങനെ അഡോപ്റ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ ഒരു അനുഭവം അതാണ് മാം. ഓക്കെ.
അപ്പൊ സെമിനാർ അവതരിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാലോ. ഞാനത് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് എടുത്തത് പ്രസന്റ് ചെയ്യാം. അങ്ങനെ പോവാട്ടോ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് അതൊരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. അതായത് മറ്റുള്ളവരുടെ സക്സസ് നമ്മുടെ സക്സസ് ആണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയം നമ്മുടേതെന്ന് കരുതി ആശ്വാസം കണ്ടെത്തുന്നതിനെയാണ്, മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ, അതായത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അവരെ അനുകരിക്കുന്ന രീതിയും എന്തിലുണ്ട്, ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ചില ആൺകുട്ടികള് ക്രിക്കറ്റ് കളിക്കാരെ പോലെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ, ഇല്ല അനുകരിക്കാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ, MS ധോണിയെ പോലെ അല്ലെ, അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, അനുകരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, ഇപ്പൊ ഇന്ത്യ ടീം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുവാണ്. അപ്പൊ ഇന്ത്യ ജയിക്കുന്നു. ഇന്ത്യ ജയിക്കുവാണെങ്കിൽ അത് നമ്മുടെ തന്നെ സന്തോഷമാണെന്ന് കണ്ടെത്തി നമ്മൾ ഭയങ്കരമായിട്ട് ആഹ്ലാദം പങ്കിടാറില്ലേ, ഇല്ലേ? നമ്മുടെ വിജയമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യ ജയിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സന്തോഷിക്കാറുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാ? അതായത് അവരുടെ വിജയം, അതായത് മറ്റുള്ളവർക്കാണ് ആ വിജയമെങ്കിൽ കൂടി അത് നമ്മുടേതാണെന്ന് കണ്ടെത്തി മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ഈ സിനിമാ താരങ്ങൾ ഉണ്ടല്ലോ, അവരുടെ സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അവരുടെ ഫാൻസ് അല്ലെങ്കിൽ ആരാധകര് അത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു കാര്യമല്ലേ അത്? സിനിമ ഇറങ്ങുന്ന ഫസ്റ്റ് ഡേ ഒക്കെ ആരാധകരല്ലേ, ഫാൻസ് ഭയങ്കരമായിട്ട് തിയേറ്ററിന്റെ മുമ്പില് ഭയങ്കര കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ, ലഡു വിതരണം നടത്താറുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ പാലഭിഷേകം നടത്താറുണ്ട് അല്ലെ, ഫ്ലെക്സിലൊക്കെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതായത് അവരുടെ വിജയം നമ്മുടേതെന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സന്തോഷിക്കുന്നത്. അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട് അല്ലെ. സിനിമാ താരങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാറില്ലേ? ഇപ്പൊ ലാലേട്ടനെയും മമ്മൂട്ടിയെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ സക്സസിൽ നമ്മളും പങ്കാളികളാണെന്ന് കരുതുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരുടെ സക്സസ് നമ്മുടെ സക്സസ് ആയിട്ട് കാണുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന്റെ ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് സക്സസ് ആകാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോ മറ്റുള്ളവരുടെ സക്സസ് നമ്മുടെ സക്സസ് ആയിട്ട് കാണുന്നതാണ്. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, ഇപ്പൊ ഞാൻ സിനിമാ താരം കൊണ്ട് ക്രിക്കറ്റ് കളിക്കാരുടെ ഒക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ തന്നെ നമ്മുടെ ലൈഫിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോ ചിലപ്പോ നമ്മുടെ അനിയത്തിക്കോ അല്ലെങ്കിൽ ചേച്ചിക്കോ ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ചില വിജയങ്ങൾ സക്സസ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം, ഏതെങ്കിലും മേഖലയില്. അത് നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തി ആശ്വസിക്കുന്നുണ്ട്. ചിലപ്പോ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും അല്ലെ, ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ ഏറെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിയോ അനിയനോ ഒക്കെ നേടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിൽ സന്തോഷിക്കാറില്ലേ? അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലെ. നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരും അല്ലെ. പിന്നെ ചില ആളുകൾക്ക് ഇഷ്ടാവില്ല, നമുക്കറിയാം. അതായത് നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ചില ആളുകൾ ഉണ്ടാവും നമ്മുടെ ചുറ്റിനും അല്ലെ. അവർക്കൊക്കെ എന്തെങ്കിലും വിജയം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആനന്ദിക്കാറുണ്ടാവും, സന്തോഷിക്കാറുണ്ടാവും. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് പറയൂ കേട്ടോ. ഇല്ല ഇല്ല. നമ്മൾക്ക് അയ്യോ അവനത് കിട്ടിയല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, ആ ഒരു തോട്ട് വരും അല്ലെ. ഇല്ല, അങ്ങനെയല്ലേ വരാറ്? അവനത് കിട്ടി, എനിക്കത് കിട്ടിയില്ല അല്ലെ. ഓക്കെ. പിന്നെ ചില ആളുകളുണ്ട് അതായത് ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പഠിക്കുന്ന ആളുകളിൽ ഇപ്പൊ രണ്ടുപേരും നന്നായിട്ട് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനകത്ത് ഒരാൾക്ക് ജോലി കിട്ടി, ഒരാൾക്ക് ജോലി കിട്ടിയില്ല. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോ ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും, അയാൾക്ക് ജോലി കിട്ടിയല്ലോ, അയാളുടെ സക്സസ് എന്റെയും കൂടി സക്സസ് ആയിട്ട് കാണും. ഇനി അല്ല, കുറച്ച് അസൂയയും കുശുമ്പൊക്കെ മനസ്സിലുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടും ഇങ്ങനെയാ ചിന്തിക്കുക, അവന് കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ല. ആ ഒരു തോട്ടായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. അപ്പോ ഇതാണ്, അതായത് മറ്റുള്ളവരുടെ സക്സസിനെ നമ്മുടെ സക്സസ് ആയിട്ട് കാണുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാൾ ചെയ്ത് വിജയിക്കുമ്പോൾ അത് നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ ഐഡന്റിഫിക്കേഷനിൽ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ ആരാണ് സെമിനാർ പറഞ്ഞിരുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഞാനാണ് മിസ്. നമ്രതയാണല്ലേ? പറഞ്ഞോളൂ കേട്ടോ. Good morning, Miss. Substitution is a defense mechanism in psychology in which a person replaces an unacceptable goal, desire, or feelings with a safer or more acceptable one. In simple words, when we cannot achieve what we want, we substitute it with something else that gives satisfaction. അതായത് ഇപ്പോൾ നമുക്കൊരു വസ്തുവോ അല്ല ഒരു വ്യക്തിയോ കാര്യത്തെയോ അതിന്റെ സ്ഥാനത്ത് പകരം മറ്റൊന്നിനെ വെക്കുന്നത് എന്ന അർത്ഥം, മറ്റൊന്നിനെ കണ്ടെത്തുന്നത്. അതായത് എക്സാമ്പിൾ, എ സ്റ്റുഡൻറ് വാണ്ട് ടു ബിക്കം എ ഡോക്ടർ ബട്ട് കനോട്ട് ഗെറ്റ് അഡ്മിഷൻ. ഇൻസ്റ്റെഡ് ദ സ്റ്റുഡൻറ് ചൂസ് നഴ്സിംഗ് ഓർ ഫാർമസി ആൻഡ് ഫീൽസ് സാറ്റിസ്ഫൈഡ്. അതായത് ഒരു കുട്ടി ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അവന് അതിനുള്ള അഡ്മിഷൻ കിട്ടിയില്ല. അപ്പൊ അതിന് പകരമായിട്ട് ആ കുട്ടി നഴ്സിംഗ് ഓർ ഫാർമസി ചൂസ് ചെയ്തു, സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി. അപ്പൊ അത് നമുക്ക് കിട്ടാത്തതിന് പകരം മറ്റൊന്നിനെ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പൊ എനിക്ക് +2 കഴിഞ്ഞപ്പാട് TTC ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കത് കിട്ടിയില്ല. പിന്നെ ഞാൻ അത് വിട്ടിട്ട് ഡിഗ്രിയിൽ ജോയിൻ ചെയ്തു, BA ചെയ്യാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്തു. അതാണ് ഒരു എക്സാമ്പിൾ. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നമ്രത പറഞ്ഞു, എന്നാലും ഞാൻ പറയാം. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. അതായത് ഒറിജിനൽ ഗോൾസ് അല്ലെങ്കിൽ അതായത് ശരിയായിട്ടുള്ള ആഗ്രഹങ്ങള് അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരാൽ മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ യങ് ഏജിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ആരെങ്കിലും ഒക്കെ ആയിത്തീരണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ നമുക്കത് ജീവിത സാഹചര്യം കൊണ്ട് ആകാനായിട്ട് സാധിച്ചില്ല. പക്ഷെ നമ്മൾ അതില് സങ്കടപ്പെടാതെ അല്ലെങ്കിൽ അത് തന്നെയാണ് എന്നോർത്തും എപ്പോഴും വ്യാകുലപ്പെടാതെ മറ്റൊന്നിലേക്ക് തിരിയുന്നു. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്നു. ഓക്കെ, ഒന്ന് പോയി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മറ്റൊന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് അഭയം തേടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈശ്വരൻ തരുന്നുണ്ട്. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങള് അല്ലെങ്കിൽ ലക്ഷ്യങ്ങള് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തില് എന്തെങ്കിലും ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടായിരുന്നോ? അത് നിങ്ങൾക്ക് നിറവേറ്റാനായിട്ട് പറ്റിയോ? ഒന്ന് പറഞ്ഞ എക്സ്പീരിയൻസ്. ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല. ആൻസി, എക്സ്പീരിയൻസ് ഉണ്ടോ? അയ്യോ ടീച്ചർ, അങ്ങനെ ചോദിച്ചാ ഷെയർ ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ ഷെയർ ചെയ്യൂ. എന്തെങ്കിലും കുട്ടികൾ പറയാറുണ്ട് കേട്ടോ, ഈ കാര്യം പറയുമ്പോൾ കുട്ടികൾ കുറേ അധികം കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. അവർക്ക് ഇങ്ങനെ ലക്ഷ്യം ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് സാധിച്ചില്ല. പക്ഷെ അവർക്ക് വേറൊന്നും കിട്ടി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. അതുപോലെ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ടീച്ചർ, അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു ടീച്ചർ, എനിക്ക് TTC ടീച്ചർ ഫീൽഡ് ആയിരുന്നു ഇഷ്ടം. ഞാൻ അത് ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ സബ്ലിമേഷൻ ആണ് കേട്ടോ. സബ്ലിമേഷൻ ആരാണ് സെമിനാർ പറഞ്ഞിരുന്നത്? ഞാനായിരുന്നു മിസ്സേ.
ആ റെഡിയാണോ? റെഡിയാ. ഓക്കെ, ചെയ്തോളൂ കേട്ടോ. ആ Sublimation involves channeling unwanted and disturbing thoughts, impulses, or desire into something positive and constructive. This is the one of the several different mechanisms proposed by Sigmund Freud. Example: staying busy to overcome loneliness. ഡിഫറെന്റ് മെക്കാനിസം. സബ്ലിമേഷൻ ഇൻവോൾവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്റ്റർബിങ് തോട്ട്സും അൺവാണ്ടഡ് തോട്ട്സും വേറെ പോസിറ്റീവായിട്ട് മാറ്റുക ചെയ്യുന്നത്. അത് ഒരു ഡിഫറെന്റ് മെക്കാനിസം ആണ്. അതിന്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ സ്റ്റേയിങ് ബിസി ടു ഓവർകം ലോൺലിനെസ്. അപ്പം വേറെ എക്സാമ്പിൾ, Maria doesn't like to being alone. It makes her feel unwanted and is deeply hurtful. To compensate, she has joined so many social groups at school that nearly every moment outside of class is filled with club activities. അത്രേ ഉള്ളൂ മിസ്സേ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ഫോം ഓഫ് മെക്കാനിസം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് our unacceptable desires or activities are redirected into socially desirable channels. അതായത് സബ്ലിമേഷൻ എന്ന് പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞാല് ഒന്നിന്റെ കുറവ് നികത്താനായിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നിന്റെ കുറവ് പരിഹരിക്കാൻ മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ കുട്ടികളില്ലാത്ത കപ്പിൾസ്, കുട്ടികളില്ലാത്ത രണ്ടുപേര്, സ്ത്രീയും പുരുഷനും. ഓക്കെ, അവര് വർഷങ്ങളായി അവര് കുറേയധികം ചികിത്സ നടത്തുന്നു, അമ്പലങ്ങളിലൊക്കെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതുവരെ അവർക്ക് കുട്ടികളായിട്ടില്ല. ശരിക്കും പറഞ്ഞാല് ജീവിതത്തില് അത് അവരുടെ ഒരു കുറവ് തന്നെയാണ്. അവരങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്. ആണോ? നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? വർഷങ്ങളായി ചികിത്സയും വഴിപാടുകളൊക്കെ നടത്തിയിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോ അത് അവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു കുറവായിട്ടാണ് കാണുന്നത്. എല്ലാ സൗകര്യങ്ങളും പണവും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ട്, ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുഞ്ഞു മാത്രം ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും അനാഥാലയങ്ങളിൽ പോകുന്നു. പല പല അനാഥാലയങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? കുട്ടികളെ കാണുന്നു, അവർക്ക് വേണ്ട സ്വീറ്റ്സും ഉടുപ്പും അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? ടോയ്സ് ഒക്കെ അവര് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവര്? അതായത് ആ കുട്ടികളില്ല എന്ന ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവര് അനാഥാലയങ്ങളിൽ പോയിട്ട് അവിടെ വിസിറ്റ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെ? ഇതിനെ നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാം. ഓക്കെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യും, റീഡയറക്റ്റ് ചെയ്യും നമ്മളതിനെ. എങ്ങനെയാ? നിങ്ങൾ ദുൽഖർ സൽമാന്റെ കലി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കലി കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു ഓഫീസ് സീൻ ഉണ്ട്. അതായത് ദുൽഖർ ഓഫീസില് അതായത് ജോലി ചെയ്യുന്നതിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ബോസ് അല്ലെങ്കിൽ ക്ലയന്റ് ആരോ വന്നിട്ട് എന്തോ പറയുന്ന സമയത്ത് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വരുമ്പോൾ ദുൽഖർ എന്ത് ചെയ്യും? ബാത്റൂമിന്റെ സൈഡിൽ പോയിട്ട് അവിടെ ചെന്ന് കുറേയധികം കയ്യിലിട്ട് ഭിത്തിയിലിട്ട് ഇടിക്കുന്നത് കാണാം. ആ ഒരു സീൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. ആ, ഇവിടെ എന്താ ചെയ്യുന്നത് അദ്ദേഹം? അതായത് അദ്ദേഹത്തിന്റെ ദേഷ്യം വന്നു, പക്ഷെ ആ ദേഷ്യം എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന്റെ ജോലി പോകും. അപ്പോ ആ ദേഷ്യത്തെ അടക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് ആ ദേഷ്യത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേറൊന്ന് അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതും എന്തിന്റെ എക്സാമ്പിൾ ആണ്? സബ്ലിമേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്.
ഓക്കെ, അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിന്റെ കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് മറ്റൊന്നിൽ ആശ്രയിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ റിപ്രഷൻ ആണ് കേട്ടോ, റിപ്രഷൻ. റിപ്രഷൻ ആരാ പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? ഞാനാണ് മാം, ആരതി. ആരതിയാണ് അല്ലേ? ഓക്കെ. Repression is used to describe the conscious or unconscious blocking of recollection or memories of a past event. A person can repress memories of the experiences or disconnect from the feelings or thoughts associated with it. The process is a type of defense mechanism someone may employ to cope with trauma. By repression certain emotions, a person can avoid unwelcome anxiety, depression, or fear, at least in the short term. Example, a person unconsciously forgetting childhood abuse leading to adult relationship issues or developing a phobia like fear of dogs. അതായത് അഘാതങ്ങളെ നേരിടാൻ ഒരാൾ ഉപയോഗിക്കുന്ന ഒരുതരം പ്രതിരോധ സംവിധാനമാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ബാല്യകാല സംഭവത്തിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇതാവുന്ന ഒരു തരം ഫോബിയ, അതായത് പട്ടികളോടൊക്കെ ഉള്ള ഒരു ഭയം പോലെയുള്ള ഒരു ഫോബിയിൽ നിന്നുള്ള ഒരിതാണ്. കഴിഞ്ഞോ ആരതി? വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞിരുന്നു മാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് റിപ്രഷൻ എന്ന് നോക്കാം. ഐഷ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? റിപ്രഷന്റെ പാരാഗ്രാഫില് ഫ്രോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആരാണ് ഫ്രോയിഡ്? ആരാണ് ഫ്രോയിഡ്? കേട്ടിട്ടുണ്ടോ ഫ്രോയിഡിനെ കുറിച്ച്? ഇല്ല, കേട്ടിട്ടില്ല. സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടോ? ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്? ഫാദർ ഓഫ് സൈക്കോളജി ആണ് കേട്ടോ. മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഇപ്പൊ കേട്ടിട്ടുണ്ടാവുമല്ലോ. കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഫ്രോയിഡിന്റെ ഒരു ഡെഫിനിഷനോട് കൂടിയിട്ടാണ് ഈ ഒരു റിപ്രഷനെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾക്ക് വേദനയുണ്ടാക്കുന്ന ചിന്തകള്, അസ്വസ്ഥതകള്, പിന്നെ നമ്മുടെ ഓർമ്മകള്, ഇമോഷൻസ്, ഇതൊക്കെ അതായത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേട്ടോ. അത് ഇഷ്ടമില്ലാത്ത ഇമോഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓർമ്മകളായിക്കോട്ടെ, വേദനാജനകമായിട്ടുള്ള സന്ദർഭങ്ങളായിക്കോട്ടെ, മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകളായിക്കോട്ടെ, ഇതൊക്കെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കുഴിച്ചു മൂടി മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണത് റിപ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മുടെ മൈൻഡ് ഉള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡും മറ്റൊന്ന് അൺകോൺഷ്യസ് മൈൻഡും അല്ലേ? കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് അല്ലെ?
നമ്മൾ ബോധപൂർവമായിട്ട്, അതായത് നമ്മളിപ്പോ എങ്ങനെയാണോ, ഇപ്പൊ നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ ഞാനിപ്പോ ഈ സ്റ്റേറ്റിൽ നിൽക്കുവാണ്, ഓക്കെ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാണ്, ഏത് മൈൻഡാ പ്രവർത്തിക്കുക? കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ? കോൺഷ്യസ്. കോൺഷ്യസ് മൈൻഡാണ്, ബോധ മനസ്സാണ് അല്ലെ? ഓക്കെ. ഇനി ഞാനൊന്ന് ഉറങ്ങുവാണ്. ഉറങ്ങുന്ന സമയത്ത് ഞാൻ ധാരാളം സ്വപ്നങ്ങൾ കാണുവാണെന്ന് വിചാരിക്കുക. അത് ഏത് മനസ്സായിരിക്കും? അല്ലെ? നമ്മൾ സ്വപ്നം കാണാറുണ്ട് ഇടയ്ക്ക്. നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, നമ്മൾ ഇടയ്ക്ക് സ്വപ്നം കാണാറുണ്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം നമ്മൾ എണീക്കുമ്പോൾ ഓർമ്മയിൽ ഉണ്ടാകും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ ആ സ്വപ്നം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുമോ? ഇല്ല മാം. ഇല്ല. മറന്നു പോകും അല്ലെ? പൊട്ടും പൊടിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാതിരിക്കാം. പക്ഷെ എന്ത് ചെയ്യും? നമ്മളത് മറന്നു പോകും. നമ്മൾ ഇത്രയും നാള് നമ്മുടെ ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല, മറന്നു പോകും. കാരണം എന്താ? അത് അൺകോൺഷ്യസ് മൈൻഡാണ് അല്ലെ? അപ്പൊ നമ്മൾക്ക് മനുഷ്യൻ എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്. ഒന്ന് കോൺഷ്യസ് മൈൻഡും മറ്റൊന്ന് അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇത്തരത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും വേദനാജനകമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഓർമ്മകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അതിനെ കുഴിച്ചു മൂടും. അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അതിനെ കുഴിച്ചു മൂടി കഴിഞ്ഞാല് പിന്നീട് നമ്മുടെ ഓർമ്മകളിൽ അത് വരില്ല. ചിലപ്പോ ആ ഇൻസിഡന്റ്, അതായത് നമ്മൾ എന്താണോ മറക്കാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ കാണുവാണെങ്കിൽ പെട്ടെന്ന് അത് ക്ലിക്കാവും നമ്മുടെ മനസ്സില്. പക്ഷെ നമ്മൾക്ക് എപ്പോഴും നമ്മളെ ആ ഒരു ചിന്തകളോ മറ്റോ ഒന്നും തന്നെ അലട്ടിക്കൊണ്ടിരിക്കില്ല. നമ്മളത് മറക്കും. അതായത് നമ്മൾ അതിനെ അബോധ മനസ്സിൽ എന്ത് ചെയ്തു? കുഴിച്ചുമൂടി. പിന്നീട് നമ്മുടെ ബോധ മനസ്സിലേക്ക് എന്ത് വരില്ല? എപ്പോഴും ആ ചിന്തകളും കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചെറുപ്പ കാലഘട്ടത്തിൽ, ഇപ്പൊ നമ്മൾ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്ക് ചില പ്രണയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലേ? നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചിരിക്കണ്ട, മനുഷ്യനാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് അല്ലെ ഇതൊക്കെ? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ചിലപ്പോ ആ ഒരു സമയത്ത് ചിലപ്പോ അത് ഫെയിലിയർ ആയിട്ടുണ്ടാവും, പരാജയമായിട്ടുണ്ടാവും, ഓക്കെ, സക്സസ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആ സമയത്ത് എന്താണ്? ഭയങ്കര വേദനയോടുകൂടി, പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയിട്ടായിരിക്കും പോകുന്നത്. നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നും ആ സമയത്തൊക്കെ. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ, കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ഓർക്കാറ് പോലും ഉണ്ടാവില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? എഗ്രി ചെയ്യുന്നുണ്ടോ? അതെന്തുകൊണ്ടാ? നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ്? അന്ന് ഞാൻ ഭയങ്കരമായിട്ട് കണ്ടിരുന്നൊരു സംഭവം ഇന്നും ഒന്നുമല്ല, അതിന്റെ ഒരു പൊടി പോലും എന്റെ മനസ്സിലില്ല എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താ? അത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ചെയ്യുന്നു? അതിനെ കുഴിച്ചുമൂടി. നമ്മൾക്ക് ആ ചിന്ത വരില്ല. കുറച്ചു നാള് മാത്രമേ എന്തുണ്ടാവുള്ളൂ? അതിന്റെ വിഷമങ്ങള് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അബോധ മനസ്സിലേക്ക് എന്ത് ചെയ്തു? അതിനെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് റിപ്രഷൻ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ നമ്മള് ഈ ഒരു മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴ് എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അല്ലെ? അതിനകത്ത് നാഗവല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട് അല്ലെ? ശോഭന കൈകാര്യം ചെയ്യുന്ന ക്യാരക്ടറാണ് നാഗവല്ലി ആയിട്ട് മാറുന്നത് അല്ലെ? അപ്പോ അതിന്റെ ക്ലൈമാക്സ് സീനില് നമുക്കറിയാം, നാഗവല്ലി ആയിട്ട് വന്നിട്ട് ആ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ, കാരണവരന്റെ ക്യാരക്ടറിനെ കൊല്ലുന്ന ഒരു ഇതുണ്ട്, ഇൻസിഡന്റ് ഉണ്ട്. യഥാർത്ഥമായിട്ടും അവിടെ കില്ല് ചെയ്യുന്നില്ല, മറിച്ച് ഒരു ഡമ്മി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യുന്നത് തിരക്കഥാകൃത്തതിനെ അല്ലെ? അപ്പോ അതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആ ശോഭനയുടെ ക്യാരക്ടർ നാഗവല്ലിയായിട്ട് വന്നു, വൈരാഗ്യം തീർക്കാനായിട്ട് ആ കാരണവരെ കൊന്നു. അതായത് ആ ഡമ്മിയെ കണ്ടം തുണ്ടം എന്ത് ചെയ്യാണ്? മുറിക്കുവാണ് അല്ലെ? അവരതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ അവിടെ ചെയ്തു. പിറ്റേ ദിവസം ശോഭന ഗംഗ അല്ലെ ഉറക്കമെത്തിയ സമയത്ത് നടന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? ഓർമ്മ വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്? എങ്ങോട്ടാണ് ചിന്തകൾ അല്ലെങ്കിൽ ആ നടന്ന അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ആയിപ്പോയിണ്ട്.
അതെ, അതെല്ലാം അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ് കുഴിച്ചുകൂടപ്പെടുന്നത്. പിന്നെ പുതിയൊരു ഗംഗയായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ അവര് ഇരിക്കുന്നത് അല്ലെ. അപ്പോ ഇതാണ്, അതായത് നമ്മുടെ മനസ്സില് ബോധ മനസ്സിലാണ് നമ്മുടെ ചിന്തകളും നമ്മൾക്കുള്ള ടെൻഷൻസും നമ്മളുടെ ചുറ്റുപാടിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധ മനസ്സിലാണ് നിൽക്കുന്നത്. അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അബോധ മനസ്സെന്ന് പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ. നമ്മുടെ വേണ്ടാത്ത ചിന്തകളെയും മറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് കുഴിച്ചു മൂടാനായിട്ട് സാധിക്കും. ഓക്കെ, ബോധ മനസ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിനെ ഓർത്ത് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇൻസിഡന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയി. ആ ബൈക്ക് ആക്സിഡന്റ് ആയി. അതിനകത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആള് ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. കൂടെ ഉള്ള ആൾക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നു, ക്രിട്ടിക്കല് തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷെ ആശുപത്രിയിൽ കറക്റ്റ് സമയത്ത് എത്തിച്ചു, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടു. പിന്നെ കുറെ നാൾ എന്ത് ചെയ്തു, അദ്ദേഹം ആശുപത്രിയിലേക്ക് കിടന്നിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം സ്റ്റേബിൾ ആയിട്ട് റിക്കവറായി തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് അറിയാം, അതായത് ആ സ്പോട്ടിൽ ഇദ്ദേഹം കണ്ടൊരു കാഴ്ചയാണ്. അദ്ദേഹത്തിന് എന്താ പറയാ, പാതി മറഞ്ഞ ബോധമാണെങ്കിൽ കൂടിയും കൂട്ടുകാരനെ ആ ഒരു സമയത്ത് കണ്ടിട്ടുള്ള കാഴ്ച ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ മനസ്സിൽ, അതായത് ഏത് സമയവും അല്ലെങ്കിൽ കുറെ നാളത്തേക്ക് എന്ത് ചെയ്യും, ഈ ഒരു കാര്യം തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും അല്ലെ. കാരണം പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണത്, ഒരു ഇൻസിഡന്റ് ആണത്. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് തേട്ടി വരുന്ന ഒരു ഇൻസിഡന്റ് ആണത് ഈ ഒരു കണ്ട കാഴ്ച എന്ന് പറയുന്നത്. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഒരു കാഴ്ച അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചില സമയത്ത് ആ സ്പോട്ടിൽ ചെല്ലുമ്പോൾ, ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ ചിലപ്പോൾ അദ്ദേഹം ചെല്ലുവാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് എന്ത് വരാം, ആ ഓർമ്മകള് കുറച്ചധികം വരാം. എന്നിരുന്നാലും അതിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ആ ആക്സിഡന്റ് പറ്റിയ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം കുറച്ചു നാള് അതിന്റെ തീവ്രത കൂടുതലായിരിക്കും, അദ്ദേഹത്തിന്റെ പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം ആ വേദന കുറഞ്ഞാണ് വരിക. അതെന്തുകൊണ്ടാ, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഓർമ്മകളെ കുഴിച്ചു മൂടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ്, ഇപ്പൊ നമ്മുടെ ക്ലോസ് വൺസ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾക്ക് കുറെ നാള് ആ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് നമ്മുടെ മനസ്സിൽ നിന്നേ പോകും, ആ ഓർമ്മകളും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് മിന്നി മറിഞ്ഞാലായി ആ ഫേസ്, ആ മരിച്ച ആളുടെ ഫേസ്. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ നമ്മൾ ഓർക്കാറില്ല. അൺകോൺഷ്യസ് മൈൻഡ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംഭവിക്കുന്നത് കേട്ടോ. ഇതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബോധപൂർവം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. റിഗ്രഷൻ ആർക്കെങ്കിലും സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനായിരുന്നു. റിഗ്രഷൻ. ഓക്കെ, റിഗ്രഷൻ പറയട്ടെ ടീച്ചർ? പറഞ്ഞോളൂ. റിഗ്രഷൻ എന്നത് ഒരു പ്രതിരോധ സംവിധാനമാണ്. സമ്മർദ്ദം, ഭയം, മാനസിക അസ്വസ്ഥത തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഒരാൾ തന്റെ മുൻകാല വികസന ഘട്ടത്തിലെ പെരുമാറ്റങ്ങളിലേക്ക് മടങ്ങുന്നതിനെ റിഗ്രഷൻ എന്ന് പറയുന്നു. ഇത് മനസ്സ് സുരക്ഷയും ആശ്വാസവും നേടുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ്. എന്താണ് റിഗ്രഷൻ? ഒരു വ്യക്തിക്ക് മാനസികമായി കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം നേരിടുമ്പോൾ പഴയ എളുപ്പമായ പെരുമാറ്റങ്ങൾ വീണ്ടും പ്രകടിപ്പിക്കുന്നു. അത് അറിയാതെ സംഭവിക്കുന്നതാണ്, ഉദ്ദേശപൂർവമല്ല. ഈ പെരുമാറ്റങ്ങൾ ശിക്ഷിക്കേണ്ട തെറ്റുകളല്ല, മറിച്ച് സൂചനകളാണ്. കുട്ടികളിലെ റിഗ്രഷൻ എന്താണ്? കുട്ടികളിൽ റിഗ്രഷൻ വളരെ സാധാരണമാണ്. പ്രത്യേകിച്ച് സ്കൂളുകൾ ആരംഭിക്കുമ്പോൾ, പുതിയ സഹോദരൻ സഹോദരി ജനിക്കുമ്പോൾ, വീട്ടിലോ സ്കൂളുകളിലോ മാറ്റങ്ങൾ വരുമ്പോൾ, മാതാപിതാക്കളിൽ നിന്ന് വേർപെടുമ്പോഴോ, അസുഖം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് പഴയ പെരുമാറ്റങ്ങൾ ആശ്വാസവും ശ്രദ്ധയും സുരക്ഷയും നൽകുന്നതിനാൽ അവർ അതിലേക്ക് മടങ്ങുന്നു.
റിഗ്രഷൻ ഒരു എക്സാമ്പിള്, 6 വയസ്സുള്ള ഒരു കുട്ടി മുൻപ് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് നിർത്തിയിരുന്നു. പിന്നീട് വീട്ടിൽ ഒരു പുതിയ കുഞ്ഞു പിറന്നതോടെ കുട്ടി വീണ്ടും കിടക്കയിൽ മൂത്രമൊഴിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടിക്ക് സ്വന്തം സ്ഥാനവും ശ്രദ്ധയും നഷ്ടമാകുമോ എന്ന ഭയം തോന്നിയിട്ടാണ് കുഞ്ഞ് ഇത് തുടരുന്നത്. താങ്ക് യു. ഓക്കെ, അതായത് റിഗ്രഷൻ എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ, സ്ട്രെസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് ടെൻഷനിലൂടെയും സ്ട്രെസ്സിലൂടെയും അല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളോട് കൂടിയാണ് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ മെച്യൂർഡ് ആയിട്ട് നേരിടാതെ, അതായത് പക്വതയോടുകൂടി നേരിടാതെ എന്താണ് ചെയ്യുന്നത്, ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ പോലെയുള്ള പെരുമാറ്റം കാഴ്ചവെക്കുന്നതാണെന്ത് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചില പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ നേരിടുന്നില്ല. കുറച്ചു നിന്നുകൊണ്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യും. ദാറ്റ് ഈസ് റിഗ്രഷൻ. ഇത് നമുക്ക് കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ചില കുട്ടികൾക്ക്, അതായത് ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അത് കിട്ടുന്നില്ല. കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പഴയതുപോലെ പെരുമാറുന്നു. ഇപ്പൊ 2 കുട്ടികൾ, ആൻസർ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. 2 കുട്ടികളുള്ള ഒരു വീട്, അതിനകത്ത് മൂത്ത കുട്ടിക്ക് 10 വയസ്സാണ്, ഇളയ കുട്ടി ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പോ സ്വാഭാവികമായിട്ടും പാരന്റ്സിന്റെ ശ്രദ്ധ കൂടുതൽ എങ്ങോട്ടാ പോവാ, അറ്റൻഷൻ ഇളയ കുഞ്ഞിലോട്ടാണ് പോവുക അല്ലെ. അപ്പൊ ഇളയ കുഞ്ഞിന് ഇതുവരെ മൂത്ത കുട്ടി, അതായത് 10 വയസ്സ് വരെ അല്ലെ, 10 വർഷം വരെ ആ കുട്ടിയാണ് ആ പാരന്റ്സിന്റെ എല്ലാത്തരം സ്നേഹലാളനകളും അതുപോലെ തന്നെ വാത്സല്യങ്ങളൊക്കെ അനുഭവിച്ചത് ആ കുട്ടിയാണ്. പെട്ടെന്നാണ് ഒരാള് ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നത് അല്ലെ, അത് അനിയനോ അനിയത്തിയോ ആകാം. അപ്പൊ ഈ ഒരു കുട്ടി വരുമ്പോൾ ഇത്രയും നാൾ ഈ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കെയറും സ്നേഹവും കാര്യങ്ങളൊക്കെ ആർക്ക് കൊടുക്കുന്നു, ഇളയ കുട്ടിക്കാ കൊടുക്കുന്നത്. അത് ഈ കുട്ടി എന്ത് ചെയ്യുവാണ്, കാണുവാണ്. ഓക്കെ, അപ്പോ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും, എന്നെ ഇവര് അറ്റൻഷൻ എനിക്ക് തരുന്നില്ല, എന്നെ ഇവര് ശ്രദ്ധിക്കുന്നില്ല, ഒരു സ്നേഹം തരുന്നില്ല, എല്ലാം അവനാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ അവനെ പോലെ പെരുമാറിക്കൂടാ, അവനെ പോലെ ഞാൻ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്നിലേക്കും ശ്രദ്ധ വരും എന്നുള്ളൊരു ചിന്ത കുട്ടിക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും കുട്ടി, ഇളയ കുഞ്ഞിനെ പോലെ പെരുമാറാനായിട്ട് തുടങ്ങും. ചിലപ്പോ കിടക്കയില് യൂറിൻ പാസ് ചെയ്യും, അല്ലെങ്കിൽ ഈ വിരലുണ്ടല്ലോ, വിരൽ ഇങ്ങനെ ഏത് സമയവും ഇങ്ങനെ എന്താ പറയാ കടിച്ചുകൊണ്ടിരിക്കും, കുഞ്ഞു കുട്ടികൾ ചെയ്യുന്നില്ലേ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടും. അപ്പൊ പാരന്റ്സ് എന്താ ചിന്തിക്കുക, ഇവന് ഇത്രയും നാളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാരന്റ്സിന്റെ ശ്രദ്ധ മൂത്ത കുട്ടിയിലേക്ക് പോകും. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നേ, അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ്, ആ കുട്ടിയുടെ മനസ്സിനെ തന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാരന്റ്സിന്റെ പക്കൽ നിന്ന് തനിക്ക് അറ്റൻഷൻ കിട്ടുമല്ലോ എന്ന് ഓർത്ത് എന്ത് ചെയ്യുന്നു, ആ കുട്ടിയുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ എന്റെ വീട് അപ്പൂന്റെ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും അല്ലെ. അതിലെന്താ പറയുന്നത്, എന്താ എന്റെ വീട് അപ്പൂന്റെ കുട്ടിക്ക് ആദ്യം കിട്ടിയ അത്ര കെയറും കാര്യങ്ങളും കിട്ടാതെ വന്നപ്പോ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇളയ കുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയത്. അതെ അതെ, കുറെ അധികം കാര്യങ്ങൾ ആ കുട്ടി അതിനകത്ത് ചെയ്യുന്നുണ്ടല്ലേ, മൂത്ത കുട്ടി. എന്തിനാ, അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പാരന്റ്സിന്റെ. ഓക്കെ, പക്ഷെ ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിലൊക്കെ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു അല്ലെ. ഒരു എന്താ പറയാ, നമുക്ക് എന്താ ക്ലൈമാക്സ് ഓക്കെ ആണെങ്കിൽ കൂടിയും കുറേയധികം കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ആദ്യത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിലുള്ള വേർതിരിവും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ സ്വന്തം അമ്മയല്ല, അതൊക്കെ വേറിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ നമുക്കറിയാം, നമ്മൾ കാണുന്ന ഓരോരുത്തരിലും ഇങ്ങനെയുള്ളൊരു, അതായത് മൂത്ത കുട്ടി ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, കാരണം ഇളയ കുട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അറ്റൻഷൻ അങ്ങോട്ട് പോകും. കാരണം അതൊരു ന്യൂ ബോൺ ബേബിയാണ്.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, 2 പേരുണ്ടെങ്കിൽ, അതായത് രണ്ടാമതൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ മൂത്ത കുട്ടിക്ക് നമ്മൾ പ്രയോറിറ്റി അഥവാ മുൻഗണന കൊടുക്കണം. അവരെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇപ്പൊ ജനിച്ച കുഞ്ഞിനൊന്നും അറിയില്ല. പക്ഷെ മൂത്ത കുട്ടി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കൂടെ കുറെ നാളുണ്ടായ നമ്മുടെ മൂത്ത കുട്ടിയാണത്. അപ്പൊ എപ്പോഴും ആ കുട്ടിക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. മാത്രമല്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മൂത്തുകുട്ടി ഇളയ കുട്ടിയോട് സ്നേഹിക്കുകയും ചെയ്യും നന്നായിട്ട്. അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരു ബോധം വരുമാ, അവൻ വന്നതോടുകൂടിയാണ് എന്നെ അമ്മ സ്നേഹിക്കാത്തത്, അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വരാം. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിക്ക് ഒരു സ്നേഹം കൂടുതൽ മൂത്ത കുട്ടിയോട് കാണിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? സർ, മിസ് ഇപ്പൊ ഈ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ എന്റെ വീട്ടിൽ നടക്കുന്നത്. മൂത്ത ആൾക്ക് ഇപ്പൊ 9 വയസ്സായി, ഇളയാളിപ്പോ 2 വയസ്സാവുന്നു. അപ്പൊ ഇതുപോലെ തന്നെ എനിക്ക് ഫുള്ള് കെയർ കൊടുക്കാൻ പറ്റുന്നില്ല മൂത്ത ആൾക്ക്. അപ്പോ ആള് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഡ്രസ് ചെയ്ത് യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയാക്കി വിടുന്ന ഞാനായിരുന്നു. ഇപ്പൊ ആള് തന്നെയാണ് യൂണിഫോം ഇടുന്നതും പോകുന്നതും എല്ലാം. അപ്പം നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം ഈ വർഷം അങ്ങ് മാർക്ക് കുറച്ചങ്ങ് കുറഞ്ഞു. അപ്പൊ ഇതുപോലെ ക്ലാസ് ടീച്ചർ വിളിച്ചിങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, അമ്മയ്ക്ക് ഇപ്പോ എന്നെ നോക്കാൻ നേരമില്ല എന്ന് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു. അപ്പൊ മിസ് എന്നെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു. നമുക്ക് അങ്ങനെ ഫുള്ള് വേറെ ആരും ഹെൽപ്പിനില്ല, ഞാൻ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവൻ എന്നോട് ഭയങ്കര ദേഷ്യവാ. എന്ത് കാര്യം പറഞ്ഞാലും എന്നോട് അങ്ങ് ദേഷ്യപ്പെടുക. അപ്പൊ ഞാനിങ്ങനെ ടീച്ചറിനോട് പറയാൻ, അവനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോട്ട് അവന് വന്നു. അതുകൊണ്ട് അത് ദേഷ്യമായിട്ട് അവനങ്ങ് കാണിക്കുവാന്ന് പറഞ്ഞു. അപ്പം കൂടുതൽ അവനിപ്പോഴും മൂത്ത ആൾക്ക് ഞാൻ ഇപ്പോഴും ഫുഡ് വാരി കൊടുക്കുക. ഇളയാള് കുഴപ്പമില്ല, അവക്കിപ്പം എന്തെങ്കിലുമൊക്കെ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവള് തന്നെ കഴിച്ചോളും. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ്. അപ്പൊ മിസ് പറയുമ്പോ എനിക്ക് നന്നായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാ, ദേഷ്യത്തിന് ഒരു കുറവും വന്നില്ല. ഇപ്പൊ ഞാൻ TV ഓഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടും, പഠിക്കാൻ പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടും. അപ്പൊ ഇത്രയും നാളും ഞാൻ തന്നെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ പിന്നെ എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണം ട്യൂഷന് വിടാൻ തുടങ്ങി. അവിടെ ഈ പറഞ്ഞ പോലെ ട്യൂഷന് പോകാൻ പറഞ്ഞ ആള് സമയത്ത് പോവുകയല്ല, ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. എന്നോട് ഭയങ്കര എന്തോ ഒരു വിരോധം പോലെയാണ്. എന്നോട് അത്രയും ക്ലോസ്. ഇപ്പം ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ആൾ എന്റെ കൂടെ തന്നെയായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് കുഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന ലേഡിയുടെ അടുത്തായിരുന്നു, അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ ഈ അവള് വലുതായ തുടങ്ങിയപ്പോഴത്തേക്കിനും അവന് പതുക്കെ എന്നോട് ദേഷ്യമായി തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ, അപ്പൊ ഞാൻ ടീച്ചറിനോട് സംസാരിച്ചപ്പോ ടീച്ചർ പറഞ്ഞു, ടീച്ചർ അവനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അവന് ഭയങ്കര ഇതുണ്ട്, കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്, അതുകൊണ്ടാണ് അവൻ ഈ പഠനത്തിലും ഉഴപ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവളെ ഈ ചെറിയ ആളെ ഇതുപോലെ നമ്മൾ എന്തേലും പറയുമ്പോ ചെറിയ ആളെ ഉള്ളിൽ പറിക്കും, അടിക്കും, എന്നോടും ദേഷ്യപ്പെടും. പക്ഷെ ഫാദറിന്റെ അടുത്ത് കുഴപ്പമില്ല, അച്ഛനോട് അവൻ നല്ല സ്നേഹത്തിലാണ്, പേടിയാണ്. പക്ഷെ എന്നോടാണ് കലിക്കും മുഴുവൻ, എന്നോടും കുഞ്ഞിനോടും. എന്താ മിസ്സേ? കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോവുകയോ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ഞാൻ അങ്ങനെ കുറെ ശ്രമിച്ചു നോക്കി. പക്ഷെ ആ ഒരു 2 ദിവസത്തേക്ക് ആൾക്ക് വലിയ കുഴപ്പമില്ല. പിന്നെയും ഇത് തന്നെയാണ് പ്രശ്നം. അത് അവന് തോന്നണം, അവനെ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവന് തോന്നണം. അതുപോലെ ഞാൻ പുറത്ത് കൊണ്ടുപോയി അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും, ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ ഞാൻ അവനെയും കൂട്ടി ഞങ്ങൾ സ്കൂട്ടർ എടുത്ത് പോകും, ഇങ്ങനെ ഷെയ്ക്ക് കഴിക്കുകയോ ഒക്കെ ചെയ്യും വൈകുന്നേരം ഒന്ന് ഇറങ്ങിയിട്ട്. പക്ഷെ ആൾക്ക് നല്ല ഒരു പണ്ടത്തെക്കാളും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എന്നാ അമ്മമ്മയുടെ അടുത്ത് കൊണ്ടാക്കട്ടെ ബേബീനെ കൊണ്ട്. അത് വേണ്ടാന്ന് പറയും. അവന് ഒറ്റപ്പെടുന്ന ഒരു തോന്നല് വന്നിട്ടുണ്ട്, അതാണ് അങ്ങനെ ഇതാവുന്നത്. അത് നോക്കൂ, അതായത് കൂടുതൽ സ്പെൻഡ് ചെയ്യുക അവന്റെ കൂടെ തന്നെ കുറച്ച് സമയം. അതായത് പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകാതെ തന്നെ വീട്ടിൽ തന്നെ അനു ഇരുന്ന് അവന് ഇഷ്ടമുള്ള കഥകൾ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ അവന് എന്തെങ്കിലും കളികൾ ഇഷ്ടമാണെങ്കിൽ അതും ചെയ്തിട്ട് അനുവും അതിന്റെ കുഞ്ഞിന്റെ കൂടെ തന്നെ ഇരുന്ന് നോക്കും.
പുറത്തൊന്നും കൊണ്ടുപോവാതെ തന്നെ അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അനു എൻഗേജ്ഡ് ആകുക. അങ്ങനെ ചെയ്തു മാറ്റം നോക്കാം. എന്റെ കുഞ്ഞുങ്ങളും അങ്ങനെ മിസ്. ഒരാൾക്ക് 1.25, ഒരാൾക്ക് മൂത്ത ആൾക്ക് 4-4.5 വയസ്സായി. ഇതേപോലെ ഭയങ്കര ദേഷ്യവാ. കുഞ്ഞിനെ ഉപദ്രവിക്കും. നമ്മള് വഴക്ക് പറയുമ്പം പിന്നെ ഇച്ചിരി നേരം മാറി നിൽക്കും. പിന്നെ പോയി കുഞ്ഞിനെ ഉപദ്രവിക്കും. എൻ്റെ അടുത്ത് ദേഷ്യം ഒക്കെ ഉണ്ട്. എന്താ പഠിക്കുന്ന ഭയങ്കര പാടാ. LKG ആയതേ ഉള്ളൂ, എന്നാലും ഭയങ്കര പാടാ പഠിക്കാനൊക്കെ. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഒത്തിരിയായി. ഭയങ്കര വാശിയും ദേഷ്യവും ഒക്കെയാ. കേക്കത്തില്ല, പറയുന്നൊന്നും കേക്കത്തില്ല. പക്ഷെ ഞാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ പോകുന്നുണ്ട്. എന്നാലും ഒരു മാറ്റം ചെറുതായിട്ട് പോലും മാറ്റം വരുന്നില്ല. എന്താന്ന് അറിയത്തില്ല. നോക്കൂ, കുറച്ച് വ്യത്യാസം വരും ചിലപ്പോ. പിന്നെ രണ്ടുപേരും കുറച്ചു നേരം കാണാതിരിക്കുമ്പം ഭയങ്കര അതാ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും അടി കൂടലാ. അങ്ങനെ ഇരിക്കും. എന്താ ചെയ്യുന്നെന്ന് ഒരു അതില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരാഴ്ച കൊണ്ട് ഒത്തിരി കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ദേഷ്യം, ഭയങ്കര ദേഷ്യമാ. ഇപ്പം മറ്റേ നല്ല സംസാരിക്കും. ദേഷ്യം വരുമ്പോ ഭയങ്കര ദേഷ്യമാ. നോക്കാം, എന്തായാലും ഇപ്പൊ അസുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ചിലപ്പോ മാറ്റം വരും, കുറച്ചു നാള് കഴിയുമ്പോ ചേഞ്ചസ് വരാം. റിഗ്രഷൻ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, അപ്പോ ഈ ഒരു രീതി എന്ന് പറഞ്ഞാല് കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. ഈ റിഗ്രഷൻ എന്ന് പറയുന്ന രീതി, അത് അവർക്ക് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പോ അതെന്ത് ചെയ്യുന്നു, അതിലൂടെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ ഞാൻ എത്ര എണ്ണം പറഞ്ഞു? 5 എണ്ണം പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ? നിങ്ങൾ കൂടി ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ, 5 എണ്ണം പറഞ്ഞു അല്ലെ? അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോന്നിനും ഓരോ എക്സാമ്പിൾ എഴുതൂ കേട്ടോ. 5 എണ്ണത്തിന് ഇപ്പൊ തന്നെ എഴുതൂ. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിലുള്ളതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. മലയാളത്തിൽ എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഇവിടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? എഴുതിക്കോളൂ.
എഴുതി കഴിഞ്ഞെങ്കിൽ പ്രസന്റ് ചെയ്യുക കേട്ടോ. എഴുതി കഴിഞ്ഞോ? ഫിനിഷ് ചെയ്തോ? മാം, ആ ഇതിൽ ഐഡന്റിഫിക്കേഷൻ മെക്കാനിസം ആണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. മിസ് എനിക്ക് മനസ്സിലായി പറയുന്നേ. പറഞ്ഞോളൂ.
ഇപ്പൊ ഈ റിഗ്രഷന്റെ കാര്യം പറഞ്ഞതില് ഇപ്പം അതില് മറ്റേ വലിയ കുട്ടി പാൽക്കുപ്പി കുടിക്കാൻ കുഞ്ഞു കുട്ടികളെ പോലെ ബോട്ടിലിൽ ജ്യൂസ് വേണം, ബോട്ടിലിൽ പാല് വേണം എന്നൊക്കെ പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ ഐഡന്റിഫിക്കേഷന് നമുക്ക് കുട്ടികള് അവരുടെ സൂപ്പർ ഹീറോയെ പോലെ ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്പൈഡർമാൻ ആണെങ്കിൽ അങ്ങനെ, ബാറ്റ്മാൻ ആണെങ്കിൽ അങ്ങനെ. പിന്നെ പ്രൊജക്ഷന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്രണ്ടിനെ തല്ലിയിട്ട് അവൻ എന്നെ കളിയാക്കിയത് കൊണ്ടാണ് തല്ലിയെന്ന് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ശരിയാണോ എന്നറിയില്ല മിസ്, അന്നേരം ഞാൻ കേറിയില്ലായിരുന്നു, എനിക്ക് എങ്ങനെയാ മനസ്സിലായേ. കറക്റ്റ് ആണോ? പിന്നെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ പഠനത്തിൽ ഇപ്പൊ കുറച്ച് പുറകെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവര് കലാകായിക മേഖലകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ശാരീരിക വൈകല്യ കുട്ടികൾ, ഇപ്പൊ വിക്കുള്ള കുട്ടിയാണെങ്കിൽ പാട്ട് പാടാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ റാഷണലിസം എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിൽ നിന്നല്ല എന്ന് പറയാൻ വേണ്ടി, ഇപ്പം പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം മാർക്ക് കുറവാണല്ലോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണല്ലോ, അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരെ അടുത്ത ക്ലാസ്സിൽ എഴുതിക്കൊണ്ടുവരിക കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് 5 എണ്ണത്തിന് റിഗ്രഷൻ വരെയുള്ള കാര്യങ്ങൾക്ക് എക്സാമ്പിൾ എഴുതിക്കൊണ്ടുവരിക. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? Thank you, ma'am. Thank you, ma'am, for your dedication, patience to teach us new concept every day and make us familiar with new terms. Thank you, ma'am. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.